സൺഡേ സലാമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇറാന്റെ പ്രധാനമന്ത്രി പെഷേസ്കിയാൻ IAEAയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുന്ന ഇറാന്റെ പാർലമെന്റ് പാസാക്കിയ പ്രമേയം സൈൻ ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന വാർത്തകളിലൊന്ന്. അതായത് ഇനി മേലിൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് ഇറാനിൽ പ്രവേശിക്കാൻ അനുമതിയില്ല എന്നൊരു തീരുമാനമാണ് ഇറാൻ എടുത്തിരിക്കുന്നത്. അതേ ദിവസം തന്നെ അവരുടെ വിദേശകാര്യമന്ത്രി അരാക്ചി പറഞ്ഞത് ഫോർദോയിലെ ന്യൂക്ലിയർ സൈറ്റിന് അപരിഹാര്യമായ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു വസ്തുത, ആർക്കും എത്രത്തോളം ഡാമേജ് ഉണ്ട് എന്ന് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് ശരിക്കുള്ള സത്യം. അതായത് ഫോർദോ എന്ന് പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട ന്യൂക്ലിയർ പ്ലാന്റിന് എത്രത്തോളം അതിന്റെ എക്സ്റ്റെന്റ് ഓഫ് ഡാമേജ് അത് ആർക്കും അസസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് തകർന്നു കിടക്കുകയാണ്. അതിനുള്ളിൽ കയറിയാലേ അസസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മറ്റ് ന്യൂക്ലിയർ പ്ലാന്റുകളുടെ ഒക്കെ കൊടുക്കുന്നതിനേക്കാളേറെ ശ്രദ്ധ ഈ ഫോർദോ ന്യൂക്ലിയർ പ്ലാന്റ് കൊടുക്കാനുള്ള കാരണം ഇവരുടെ യുറേനിയം സ്റ്റോക്ക് ഉണ്ടായിരുന്നത് ഈ ഫോർദോ ന്യൂക്ലിയർ പ്ലാന്റിലാണ്. മാത്രമല്ല എൻറിച്ച്മെന്റിന്റെ അവസാനത്തെ സ്റ്റേജും നടക്കുന്നത് ഫോർദോ ന്യൂക്ലിയർ പ്ലാന്റിലാണ്. അപ്പം IAEAയുടെ ചീഫ് റാഫേൽ ഗ്രോസി പറഞ്ഞത് ഇവരുടെ യുറേനിയം, എൻറിച്ച്ഡ് യുറേനിയത്തിന്റെ സ്റ്റോക്ക് ഉള്ളതിന്റെ നല്ലൊരു പങ്ക് ഈ ഫോർദോ ന്യൂക്ലിയർ പ്ലാന്റിൽ ഡീപ്ലി ബറീഡ് ആയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ്. സാറ്റലൈറ്റ് പിക്ചേഴ്സ് കാണിക്കുന്നത് ഈ ഒരു സെന്ററിൽ മാത്രം ഇവര് വർക്ക് പുനരാരംഭിക്കാൻ ശ്രമിക്കുന്നു. വളരെ പെട്ടെന്ന് ഫ്ലറി ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അവിടെ ഹെവി മെഷീനറീസ് നീങ്ങുന്നു, ക്രെയിനുകള്, JCBകൾ, അങ്ങനത്തെ മെഷീനുകൾ, ഹെവി മെഷീനറി നീങ്ങുന്നു. പണി വളരെ പെട്ടെന്ന് അവിടെ പണി ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. മോസ്റ്റ് പ്രോബബ്ലി അവരുടെ എൻറിച്ച്ഡ് യുറേനിയം മുഴുവൻ തന്നെയും ഈ ഫോർദോ ന്യൂക്ലിയർ പ്ലാന്റിന്റെ കീഴെ ഡീപ്ലി ബറീഡ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്. അത് ഏതെങ്കിലും തരത്തിൽ റിക്കവർ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു പരിഭ്രമം നിറഞ്ഞ ശ്രമമായിരിക്കണം ഒരുപക്ഷെ ഇറാന്റെ ഭാഗത്ത് ഉണ്ടാവുന്നതെന്ന് വേണം ഊഹിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയെ ആ പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ചില ധാരണകളുണ്ട്. അപ്പൊ ആ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് റാഫേൽ ഗ്രോസി പറയുന്നത് ഇവരുടെ യുറേനിയം ഡെപ്പോസിറ്റ് അവിടെ ഉണ്ട്, അതിന് ഒരുപക്ഷെ പരിക്ക് പറ്റിയിട്ടുണ്ടാവാം, റേഡിയേഷൻ ലീക്കേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളുടെ നിരീക്ഷണം അവിടെ ആവശ്യമുണ്ട്. ഇറാനെ സംബന്ധിച്ച് അവരുടെ പ്രമുഖരായിട്ടുള്ള ന്യൂക്ലിയർ സയന്റിസ്റ്റുകളൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവരെ കൊണ്ട് സാഹചര്യം കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ, ഇതൊക്കെ റാഫേൽ ഗ്രോസി പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ UN-ന്റെ കീഴിൽ വരുന്ന ഇന്റർനാഷണൽ അറ്റോമിക് എനർജിയുടെ ഏജൻസിയുടെ ഏതെങ്കിലും സ്റ്റാഫിനെയോ ഇറാനിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല എന്നുള്ള പ്രമേയത്തിനാണ് ഇന്ന് പെഷേസ്കിയാൻ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഒരു ക്രൈസിസ് ആണ്, ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ്. അതവിടെ നിൽക്കട്ടെ. ഇന്നിപ്പോ അൽ ജസീറ വലിയ നിലവിളിയാണ്. GHF എന്ന് പറയുന്ന ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിലുള്ള ഗാസയിലെ ഭക്ഷണ വിതരണം ആരംഭിച്ചിട്ട് ഇപ്പൊ 5 ആഴ്ച തികയാണ്. ഈ 5 ആഴ്ചക്കിടയിലൂടെ ഭക്ഷണം വാങ്ങാൻ വന്ന 600 പേരെ കൊന്നു എന്നാണ് അൽ ജസീറയുടെ നിലവിളി. അപ്പൊ ഇതില് വാസ്തവത്തിൽ അവിടെ സംഭവിക്കുന്നത്, നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്ത സംഗതിയാണ്, അവിടെ സംഭവിക്കുന്നത് അവിടുത്തെ പാലസ്റ്റീനിലുള്ള മിലിറ്റൻസ് തമ്മിലുള്ള യുദ്ധമാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്നാമത് ഹമാസ് എന്ന് പറയുന്നത് തീർത്തും വീക്കായിപ്പോയി. അവിടുത്തെ ഭരണ സംവിധാനം ഹമാസ് ആയിരുന്നു. അപ്പൊ ഹമാസ് അപ്രൂവ് ചെയ്യപ്പെട്ടപ്പം ഏതാണ്ട് വേര് പറഞ്ഞു പോയപ്പം സെൽഫ് ഡിഫൻസിന് പോലും നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഹമാസ് തകർന്നു പോയപ്പോൾ ആ സൊസൈറ്റിയുടെ മേലെയുള്ള പരിപൂർണമായ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു അൺറൂളി സൊസൈറ്റിയാണ് ഇപ്പോഴവിടെയുള്ളത്. ഈ അൺറൂളി സൊസൈറ്റിയിൽ മേൽക്കൈ നേടാൻ വേണ്ടി അവിടുത്തെ ക്ലാനുകൾ തമ്മിൽ, പല ക്ലാനുകളുണ്ട്, അറബ് ക്ലാൻസ് ഉണ്ട്, ഗോത്രങ്ങളുണ്ട്, പല ഗോത്രങ്ങളുണ്ട്. ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനിടയിലൂടെ, കലാപത്തിനിടയിലൂടെ ആളുകൾ കൊല്ലപ്പെടുന്നതിന്, ഭക്ഷണം വാങ്ങാൻ വരുന്നതിനിടയിൽ ആളുകൾ മരിക്കുന്നതായിട്ട് ഇവർ ചിത്രീകരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവിടെ ആളുകളെ ഭക്ഷണം വാങ്ങാൻ വേണ്ടി നമ്മൾ മീനൊക്കെ പിടിക്കാൻ ചെയ്യുന്നത് പോലെ കുറച്ച് അരിയിട്ട് കൊടുത്തിട്ട് അരി തിന്നാൻ വരുന്ന മീനിനെ വരയ്ക്കകത്ത് പിടിക്കേണ്ടതുപോലെ പിടിക്കേണ്ട യാതൊരു സാഹചര്യവും അവരെ സംബന്ധിച്ച് അവിടെ നിലവിലില്ല. ഭക്ഷണം വാങ്ങാൻ വരുന്ന ഇന്നസെന്റ് ആയിട്ട് ആളുകളെ വെടിവെച്ച് കൊന്നിട്ട് ഒന്നും കിട്ടാനില്ല. അവർക്ക് വേണ്ടത് ഹമാസിനെയാണ്. ഹമാസിന്റെ ആളുകളെ ഇപ്പോഴും അവർ വേട്ടയാടുന്നുണ്ട്, ബോംബ് ചെയ്യുന്നുണ്ട്. ഇന്നലെയും ഒരു കഫേ ബോംബ് ചെയ്തിരുന്നു. അപ്പൊ കഫേയിലാണ് ബോംബ് ചെയ്തത് എന്നും പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അവിടെ ഹമാസിന്റെ ഭീകരപ്രവർത്തനം ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നേരത്തെയും ഈ കാര്യം ഗാസയിൽ സംഭവിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ നടക്കുന്ന മരണങ്ങൾ കൂടുതലും IDF-ന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ, അറിവില്ലാതെ എന്നല്ല, ഇൻവോൾവ്മെന്റ് ഇല്ലാതെ സംഭവിക്കുന്ന മരണങ്ങളാണ്. അത് മുഴുവൻ അവിടെയുള്ള ഈ ക്ലാനുകൾ തമ്മിൽ ഗുസ്തി പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട്, ക്ലാനുകൾ തമ്മിൽ യുദ്ധം പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന മരണങ്ങളാണ്. ഇതുവരെ ഒക്ടോബർ 7, 2023 ആരംഭിച്ച യുദ്ധമാണിത്. അന്ന് ഹമാസ് തുടങ്ങി വെച്ച യുദ്ധം
വലിയ വിജയഭേരിയോടെ ഇസ്രായേലിന്റെ അതിർത്തികൾ ഭേദിച്ച് അകത്ത് കടന്ന് 1200 കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വൃദ്ധരെയും അടക്കമുള്ള മനുഷ്യരെ തെരുവിലിട്ട് വെട്ടിക്കൊന്ന്, വീട്ടിനകത്ത് കയറി വെട്ടിക്കൊന്ന്, ഉറങ്ങുന്നവരെ വീട്ടിൽ നിന്ന് വലിച്ചിട്ട് വെട്ടിക്കൊന്ന് തുടങ്ങി വെച്ച ഈ യുദ്ധം ഒക്ടോബർ 7, 2023 തുടങ്ങി വെച്ച ദിവസം ഇന്ന് വരെ എത്തിയിരിക്കുന്നു. ഈ ഇന്ന് വരെ എത്തിയതിനിടയിലൂടെ ഗാസയിലെ ഹെൽത്ത് അതോറിറ്റിയുടെ കണക്കനുസരിച്ച് അവിടെ ആകെ മരിച്ചവരുടെ എണ്ണം 57,012 പേരാണ്. പരിക്കേറ്റവരുടെ എണ്ണം 1,34,592 പേരാണ്. ഈ മരണത്തിൽ ഏകദേശം ഒരു 10-20,000-ഓളം മരണങ്ങൾ അധികം ഉണ്ടാവും എന്നാണ് മറ്റ് അൺഒഫീഷ്യൽ ഏജൻസികൾ പറയുന്നത്. കാരണം കാണാതായിട്ടുള്ള ആളുകൾ ധാരാളം പേരുണ്ട്. അവരെ മരണപ്പെട്ടവരായിട്ട് ഒരു കൗണ്ട് ചെയ്തില്ല. ഒരുപക്ഷെ ഇവിടുന്ന് ഒളിച്ചോടിയവരോ മറ്റു പ്രദേശങ്ങളിലേക്കോ കടന്നുപോയവരാവാം എന്നുള്ള നിലയിലാണ് ഇത് കിട്ടിയ റിക്കവർ ചെയ്ത ഡെഡ് ബോഡികൾ വെച്ചുകൊണ്ടാണ് ഇവര് 57,012 എന്നുള്ള ഒരു നമ്പർ പറയുന്നത്. അവരന്ന് ഇസ്രായേലിനെ ആക്രമിച്ച് പിടിച്ചു വാങ്ങിയെടുത്ത മരണങ്ങളാണിത്. ഈ 57,012 ആളുകൾ മരിച്ചതിനിടയിലൂടെയാണ് ഇവിടെ ഈ പറയുന്നത് ഈ 5 ആഴ്ചക്കിടയിലുള്ള ഭക്ഷണം വാങ്ങാൻ വന്ന ആളുകളെ ഇസ്രായേല് കൊന്നു തള്ളിയത് 600 പേരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അൽ ജസീറയുടെ കരയുന്നത്. അതിനിടയിലൂടെയും സോഷ്യൽ മീഡിയയിലെ പലർക്കും, നമ്മുടെ നാട്ടിലടക്കമുള്ള ഒരുപാട് പേർക്ക് വലിയ സംശയമുണ്ട്. ഇസ്രായേലി യുദ്ധത്തിൽ വല്ലാതെ അങ്ങ് തകർന്നുപോയി, ഇസ്രായേലിന്റെ നഷ്ടം അപരിഹാര്യമായ നഷ്ടമാണ്. ഇതുവരെ ഇസ്രായേൽ ഇത്തരത്തിലൊരു യുദ്ധത്തിനെ ഫേസ് ചെയ്യേണ്ടി വന്നില്ല. കാരണം ഇറാനെ പോലത്തെ ഒരു വളരെ പ്രബലനായ ശത്രുവിനെ ഇസ്രായേൽ ആദ്യമായിട്ട് നേരിട്ടതാണ്. അതുകൊണ്ട് ഇസ്രായേൽ അടികിട്ടി അങ്ങ് തളർന്ന് മോങ്ങിക്കിടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ആളുകൾ നമ്മളുടെ അടക്കമുള്ള സോഷ്യൽ മീഡിയകളിൽ കാണാം. നമ്മളുടെ മലയാളത്തിലൊക്കെ ഇത്തരം വീഡിയോകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഒരു ചെറിയ ധാരണ ഉണ്ടാവും നല്ലതാണ്. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ വിക്ടറിയായി പറയുന്നത് 1967 വാറാണ്, 1967 യുദ്ധമാണ്. അത് എല്ലാ മിലിറ്ററി കോളേജുകളിലും ഒരു പാഠ്യവിഷയമാണ്. 6 ദിവസം കൊണ്ട് വലിയ ഒരു ശക്തിയെ സമ്പൂർണമായി പരാജയപ്പെടുത്തുകയും ആ ശക്തി അവരുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ് യുദ്ധം നിർത്തോ എന്ന് പറഞ്ഞ് കരഞ്ഞതിന്റെ പേരിൽ UN ഇടപെട്ട് യുദ്ധം നിർത്തുകയും ചെയ്ത ഒരു യുദ്ധമാണത്. അവർ തന്നെ തുടങ്ങി വെച്ചത്. അന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് യുദ്ധം തുടങ്ങി വെച്ചത് ഈജിപ്ത്, സിറിയ, ജോർദാൻ, ലെബനോൺ എന്നീ രാജ്യങ്ങളാണ്. ഇതെല്ലാം ഇസ്രായേലിന്റെ എത്രയോ ഇരട്ടി വലിപ്പമുള്ള രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങൾ ഇസ്രായേലിനെ ചുറ്റുകിടക്കുന്ന രാജ്യങ്ങൾ. അപ്പൊ ഇസ്രായേലിന്റെ മൊത്തം അതിർത്തി പൊതിഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ ഈജിപ്തും സിറിയയും ജോർദാനും ലെബനോണും ആക്രമിച്ച യുദ്ധത്തിന്റെ പേരാണ് 6 ഡേ വാർ. ഇത് 6 ഡേ വാറായി മാറിയത് ഇസ്രായേലിന്റെ അസാധാരണമായ പെർഫോമൻസ് കൊണ്ടാണ്. ഈ യുദ്ധം നടക്കുമ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായിരുന്നത് 2,64,000 പട്ടാളക്കാരാണ്. നേരെ മറിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് നിന്നത്, ഈ രാജ്യങ്ങളിലെല്ലാം കൂടി ചേർന്ന് ഓപ്പോസിറ്റ് ആയിട്ട് നിന്നത് 4,60,000 പട്ടാളക്കാരുണ്ടായിരുന്നു. ഇസ്രായേലിൽ അന്നുണ്ടായിരുന്ന 300 എയർക്രാഫ്റ്റുകളാണ്. നേരെ മറിച്ച് ഈജിപ്തിന് അടക്കമുള്ള രാജ്യങ്ങൾക്ക് അന്നുണ്ടായിരുന്ന 800 എയർക്രാഫ്റ്റുകളാണ്. എയർക്രാഫ്റ്റുകളുടെ ടെക്നിക്കൽ സുപ്പീരിയോറിറ്റി വെച്ച് നോക്കിയാൽ ഏറ്റവും ബെസ്റ്റ് എയർക്രാഫ്റ്റ് ഉണ്ടായിരുന്നത് ഈജിപ്തിനാണ്. ഇസ്രായേലിന്റെ എയർക്രാഫ്റ്റ് അതിനെ കഴിഞ്ഞും പെർഫോമൻസ് കുറഞ്ഞ എയർക്രാഫ്റ്റുകളായിരുന്നു. ടാങ്കുകൾ അന്ന് ഇസ്രായേൽ ഉണ്ടായിരുന്നത് 800 എണ്ണമാണ്. നേരെ മറിച്ച് ഇസ്രായേലിന് നേരെ എതിർക്കുവാൻ ഇവർക്കുണ്ടായിരുന്ന ടാങ്കുകളുടെ എണ്ണം 2,504 എണ്ണമാണ്. ടാങ്കുകളും മെച്ചപ്പെട്ടത് എതിർഭാഗത്തുള്ളതായിരുന്നു, ഇസ്രായേലിന്റെ ടാങ്കുകളായിരുന്നില്ല. ഇസ്രായേൽ 1948 മാത്രം രൂപപ്പെട്ടു വന്ന ഒരു രാജ്യമാണ്. മറ്റു രാജ്യങ്ങളൊന്നും ഗൗരവമായി പരിഗണിക്കാതിരുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് യാതൊരു തരത്തിലുള്ള മേൽക്കൈയും ഒരു കാര്യത്തിലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഇസ്രായേലിന്റെ ഭാഗത്ത് 800 പട്ടാളക്കാർ മരിച്ചു. സമ്പൂർണ്ണ വിജയം നേടിയ, ലോകം മുഴുവൻ വാഴ്ത്തുന്ന ആ യുദ്ധത്തിൽ ഇസ്രായേലിന് നഷ്ടപ്പെട്ടത് 800 പട്ടാളക്കാരെയാണ്. നേരെ മറിച്ച് മറുപക്ഷത്തിന് 18,000 പട്ടാളക്കാരെ നഷ്ടപ്പെട്ടു. കൂടാതെ ഇസ്രായേലിന്റെ പട്ടാളക്കാരെ 15 പേരെ മറുപക്ഷത്തുള്ളവര് പിടിച്ചു. അവർക്ക് ഇസ്രായേൽക്കാർ പിടിച്ചെടുത്ത പട്ടാളക്കാര് 5,500 പേരാണ്. ഈ 4 രാജ്യങ്ങളുടെ പട്ടാളക്കാരായി 5,500 പേരെ ഇസ്രായേൽക്കാർ പിടിച്ചെടുത്തു. ഇസ്രായേൽക്കാരുടെ 46 എയർക്രാഫ്റ്റുകൾ ഈ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു. നേരെ മറിച്ച് എതിർ സേനയുടെ 374 എയർക്രാഫ്റ്റുകൾ നഷ്ടപ്പെട്ടു. ഇസ്രായേലിന്റെ 400 ടാങ്കുകൾ നഷ്ടപ്പെട്ടു. നേരെ മറിച്ച് എതിർ സേനയുടെ 750 ടാങ്കുകൾ നഷ്ടപ്പെട്ടു. പക്ഷേ ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ധാരാളം ഭൂമി പിടിച്ചെടുത്തു. അക്കാര്യം നമുക്കറിയാവുന്നതാണ്. ഇസ്രായേൽ അന്ന് 1948 വിഭജനത്തിന്റെ ഭാഗമായി 48 യുദ്ധത്തിന്റെ സമയത്ത് ജോർദാൻ പിടിച്ചു വെച്ചിരുന്ന ഈസ്റ്റ് ജെറുസലേമും വെസ്റ്റ് ബാങ്കും ഇസ്രായേൽ തിരിച്ചു പിടിച്ചു. കൂടാതെ അന്ന് 48 യുദ്ധത്തില് ഈജിപ്ത് കൈയടക്കി വെച്ചിരുന്ന ഗാസ അത് തിരിച്ചു പിടിക്കുക മാത്രമല്ല, ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് സീനായ് മരുഭൂമി കൂടി ഇസ്രായേൽ പിടിച്ചെടുത്തു. ലെബനോണിന്റെ കയ്യിൽ, സിറിയയുടെ കയ്യിൽ നിന്ന് ഗോലാൻ കുന്നുകൾ പിടിച്ചെടുത്തു. ലെബനോണിൽ നിന്ന് കാര്യമായ ഭൂമി പിടിച്ചെടുത്തില്ല. അപ്പൊ ഇത്രയും ഭൂമിയും ഈ 6 ദിവസം കൊണ്ട് ഇസ്രായേൽ പിടിച്ചെടുത്ത് അവരുടെ കയ്യിലാക്കിയെടുത്തു. 6 ദിവസം കൊണ്ട് ഈ എതിർസേന ഈ 4 രാജ്യങ്ങളടങ്ങുന്ന ഈജിപ്ത്, സിറിയ, ജോർദാൻ, ലെബനോൺ അടങ്ങുന്ന രാജ്യങ്ങളുടെ സേന സാഷ്ടാംഗം വീണ് കീഴടങ്ങി തോൽവി സംബന്ധിച്ച്
പരാജയം സംബന്ധിച്ച് ആ യുദ്ധത്തില് ഇസ്രായേല് വെറുതെ അങ്ങോട്ട് ജയിക്കുകയായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് 800 പട്ടാളക്കാരെ നഷ്ടപ്പെട്ടു, 15 പട്ടാളക്കാർ തടവുകാരായി പിടിക്കപ്പെട്ടു, 46 വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, 400 ടാങ്കുകൾ നഷ്ടപ്പെട്ടു. മറുഭാഗത്ത് അതിന്റെ എത്ര പേരുടെ നഷ്ടപ്പെട്ടു എന്നുള്ളത് നേരെ മറിച്ച് ഇപ്പോൾ ഇറാനുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് എന്തൊക്കെ നഷ്ടപ്പെട്ടു? ഒരൊറ്റ പട്ടാളക്കാരനെ പോലും വധിക്കുവാൻ ഇറാഖിനായില്ല. അവരുടെ 28 സിവിലിയന്മാരെ കൊന്ന് സായുധ്യമടയേണ്ട ഗതികേടിലാണ് ഇറാൻ എത്തിപ്പോയത്. $3 ബില്യൺ നഷ്ടം ഇസ്രായേൽ ഉണ്ടായതായി ഇസ്രായേൽ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. 3 ബില്യൺ. പക്ഷെ ഇറാന്റെ നഷ്ടം അതിൽ എത്രയോ വലുതാണ്. ഇവർ 3000 ബില്യൺ നഷ്ടം എന്ന് പറയുന്നത് അവരുടെ അവിടുത്തെ തകർന്നുപോയ കെട്ടിടങ്ങളുടെ വിലയോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിന്റെ വിലയോ ഒന്നുമല്ല. ഈ 3000 ബില്യൺ എന്ന് പറയുന്ന ഡോളർ എന്ന് പറയുന്ന നഷ്ടം പ്രധാനമായും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട് ആണ്. മരിച്ചുപോയവർക്ക്, പരിക്ക് പറ്റിയവർക്ക്, ബിൽഡിങ്ങുകളിൽ നഷ്ടപ്പെട്ടവർക്ക്, ലാബില് ഡാറ്റ നഷ്ടപ്പെട്ടവർക്ക്, അങ്ങനെ പലതരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിവിലിയൻസിന്. ഈ സിവിലിയൻസിന്റെ നഷ്ടത്തിന്റെ നഷ്ടപരിഹാരമാണ് ഈ പറയുന്ന തുക. അതായത് ഇവർ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുക അവരുടെ നാട്ടിൽ തന്നെ ചെലവഴിക്കപ്പെടുന്ന തുകയാണ്. അല്ലാതെ പുറത്തേക്ക് ആൾക്കാരും കൊടുത്ത് വേണ്ട തുകയോ അല്ലെങ്കിൽ കത്തിപ്പോയ തുകയോ അല്ല. അവരുടെ നാട്ടിൽ തന്നെ നഷ്ടപരിഹാരം സ്പെൻഡ് ചെയ്യേണ്ട തുകയാണ്. നേരെ മറിച്ച് ഇറാൻ എന്തൊക്കെ സംഭവിച്ചു? ഇറാനെ സംബന്ധിച്ച് അവരുടെ പട്ടാളക്കാരെ ഏറ്റവും ചുരുങ്ങിയത് 400 പേരെങ്കിലും മരിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഒരൊറ്റ പട്ടാളക്കാരൻ പോലും മരിച്ചിട്ടില്ല. 400 പേരെങ്കിലും മരിച്ചിട്ടുണ്ട്. അവരുടെ ടോപ്പ് മിലിറ്ററി പേഴ്സണൽസ് മുഴുവൻ വധിക്കപ്പെട്ടു. ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ വധിക്കപ്പെട്ടു. ഈ ആൾനാശമാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടം ഈ യുദ്ധത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇറിപ്പയറബിൾ ആയിട്ടുള്ള ആൾനാശം എന്ന് പറഞ്ഞാൽ ടോപ്പ് ബ്രാസ് ആയിട്ടുള്ള, ടോപ്പ് ബ്രെയിൻ ആയിട്ടുള്ള ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഈ യുദ്ധത്തിലെ ഏറ്റവും മാർക്കബിൾ ആയിട്ടുള്ള ഇസ്രായേലിന്റെ അച്ചീവ്മെന്റും ഇറാന്റെ നഷ്ടവും. കൂടാതെ അവരുടെ ബഞ്ചസ് ഓഫ് മിസൈൽസ് കൂട്ടിവെച്ചിരുന്ന മിസൈലുകൾ നഷ്ടപ്പെട്ടു, മിസൈൽ ലോഞ്ചിങ് പ്ലാറ്റ്ഫോംസ് നഷ്ടപ്പെട്ടു, ലോഞ്ചിങ് ഫെസിലിറ്റീസ് പോയി, മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് പോയി. ആ മിസൈലിനെ സംബന്ധിച്ച് ഏതാണ്ട് പൂർണ്ണമായിട്ടും ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടു. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് മൊത്തമായിട്ട് തകർക്കപ്പെട്ടു, എയർഫീൽഡുകൾ തകർക്കപ്പെട്ടു, പോർട്ടുകൾ തകർക്കപ്പെട്ടു, കൂടാതെ ഫൈറ്റർ പ്ലെയിനുകളും നഷ്ടപ്പെട്ടു. ഇനി ആളുകൾ മരിച്ച, സിവിലിയൻസ് മരിച്ചതിനെ കുറിച്ച് പറയുന്നില്ല. കാരണം സിവിലിയൻസ് മരിച്ചത് ഒരിക്കലും യുദ്ധത്തിൽ ഒരു അച്ചീവ്മെന്റ് അല്ല, അത് യുദ്ധത്തിൽ ഒരു കൈപ്പഴയാണ്. ഇന്നത്തെ കാലത്ത് സംസ്കാരമുള്ള ഒരു രാജ്യവും, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലടക്കം, ഇന്ത്യ ഒരിക്കലും സിവിലിയൻസിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇസ്രായേൽ ഒരിക്കലും സിവിലിയൻസിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. ഇറാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇറാൻ സ്കൂളുകളും ആശുപത്രികളും നഴ്സറി സ്കൂളുകളും ഒക്കെ തന്നെയാണ് അവരെ മിസൈലുകൾ കൊണ്ട് ലക്ഷ്യം വെച്ചത്. അവർ സിവിലിയൻസിനെ മാത്രമേ ലക്ഷ്യം വെച്ചിട്ടുള്ളൂ, വേറെ ആരെയും ലക്ഷ്യം വെച്ചത്. സംസ്കാരമുള്ള ഒരു സമൂഹവും ഇന്ന് യുദ്ധത്തിൽ സിവിൽ സൊസൈറ്റീനെ ലക്ഷ്യം വെക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇറാനിന് നഷ്ടപ്പെട്ട സിവിലിയൻസിന്റെ എണ്ണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു അച്ചീവ്മെന്റ് അല്ല, അവരെ സംബന്ധിച്ചൊരു കൈപ്പിഴയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തും ഇസ്രായേൽ ആ സംഗതി കോട്ട് ചെയ്യാറില്ല. കൂടാതെ സിവിലിയൻ ഫെസിലിറ്റീസ്, ചില എണ്ണ ശുദ്ധീകരണശാലകൾക്ക് തീപിടിച്ചിട്ടുണ്ട്, ചില ഓയിൽ ഫീൽഡുകൾക്ക് തീപിടിച്ചിട്ടുണ്ട്, ചില ധാരാളം കെട്ടിടങ്ങൾ തകർന്നു പോയിട്ട് ഇതൊന്നും യുദ്ധ അച്ചീവ്മെന്റ് ആയിട്ട് ഇസ്രായേൽ എടുത്ത് കാണിക്കുന്നതേയില്ല. കാരണം അതൊക്കെ യുദ്ധത്തിനിടയിലൂടെ സംഭവിച്ചു പോയ കൈപ്പിഴവുകളായിട്ടാണ് അവർ കരുതുന്നത്. സ്ട്രാറ്റജിക് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് മാത്രമാണ് അവരെടുത്ത് കാണിക്കുന്നത്. ഇൻ ഇഫക്റ്റില് ഇസ്രായേലിന്റെ ഭാഗത്തെയും ഇറാന്റെ ഭാഗത്തെയും നഷ്ടങ്ങൾ തമ്മിൽ തട്ടിച്ചു നോക്കിയാൽ ഇസ്രായേലിന് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. ഇറാന്റെ ആകാശം 12 ദിവസം അടക്കിവാണ് അവരുടെ ആകാശത്ത് നിന്ന് മിസൈലുകളും ബോംബുകളും വർഷിച്ച്, കൂടാതെ മൊസാദിന്റെ ഭൂമിയിലെ ഓപ്പറേഷൻ വഴി അവർക്ക് നേടേണ്ട മുഴുവൻ ലക്ഷ്യങ്ങളും നേടിക്കഴിഞ്ഞിട്ടാണ് അവർ യുദ്ധം നിർത്തിയത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ജൂൺ 25 യുദ്ധം അവസാനിച്ച് ഇത്രയും ദിവസമായിട്ടും അവരുടെ സുപ്രീം ലീഡർ എന്ന് വിളിക്കുന്ന ആയത്തുള്ള ഖൊമൈനി പുറത്തിറങ്ങി ശ്വാസം കഴിക്കാൻ ധൈര്യപ്പെടാതെ പാതാളത്തിലെവിടെയോ ഒളിച്ച് പതുങ്ങി ഇരിക്കുകയാണ്. അദ്ദേഹം പുറത്തിറങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് തട്ടിയ പേടി എത്ര ഭീകരമായ പേടിയാണ് എന്ന് ആലോചിച്ച് നോക്കണം. രാഷ്ട്രത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളെ ഇതുപോലെ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. പിന്നെ രാജ്യത്തെ പൗരന്മാരുടെ കാര്യം പറയാനുണ്ടോ? അപ്പൊ രാജ്യത്തെ പൗരന്മാർ അതിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അവർ ഇസ്രായേലിനെ വിശ്വസിച്ച് സഞ്ചരിക്കുന്നതാണ്. കാരണം ഇസ്രായേല് അന്തസ്സുള്ള രാജ്യമായതുകൊണ്ട് സിവിലിയന്മാരെ ആക്രമിക്കില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർക്ക് റോഡിലൂടെ നെഞ്ചി വിരിച്ച് നടക്കാം. നേരെ മറിച്ച് ഈ യുദ്ധത്തിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയണമെങ്കിൽ ഖമനേയി ഇരിക്കുന്ന പാതാളത്തിന്റെ ആഴം നോക്കിയാൽ മതി. അപ്പൊ യുദ്ധത്തിന്റെ റിസൾട്ട് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. അതുകൊണ്ട് ആർക്കൊരു സംശയം ഉണ്ടെങ്കിൽ ഖമനേയ്ക്ക് ഒരു എഴുത്തയച്ച് നോക്കിയാൽ മതി. അദ്ദേഹത്തിന് ഏത് പോസ്റ്റ് ഓഫീസിലാണ് അദ്ദേഹത്തിന് എഴുത്ത് കിട്ടാന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഈ യുദ്ധത്തിന്റെ റിസൾട്ടിനെ കുറിച്ച് ഒരു അസസ്മെന്റ് എത്താൻ സാധിക്കും.